അതൊക്കെ നമുക്ക് പിന്നെ പറക്കാം. ജോസിനുണ്ട് നല്ലൊരു പണി ആവപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. മനസ്സിലായി എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ അല്ല, അളിയന് മനസ്സിലായത് പോട്ടെ. വേറൊരു കാര്യം പറയണ്ടായിരുന്നു. അതായത് പലരും ഈ പറഞ്ഞ പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ കുട്ടിക്ക് ഇപ്പൊ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ റോബിൻ ആണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഞാൻ അവിടെ നിന്ന് വന്നു. ഇവിടെ എന്തിന്? കോഴിക്കോടൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാൻ. എന്നിട്ട് കണ്ടു. എന്തേ ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. ഞാനാണെങ്കിൽ സന്തോഷമാണ് കാലം നമ്മള് ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിലുണ്ടല്ലോ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റ് ഒക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ക്ഷമിക്കണം, ഞാൻ അറിയാതെ. എന്തായാലും സീസൺ 6ലേക്ക് എന്താ പറയാ, സീസൺ 6ലേക്ക് എന്താ പറയാ വൈൽഡ് കാർഡ് ആയിട്ട് പോകാൻ സാധിച്ചു. നമ്മുടെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒറ്റ രക്തസാക്ഷിയുള്ളൂ, അത് ഞാനാ. അതും കൂടി പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. എന്തോ എങ്ങനെ അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷെ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി. നല്ല ഫണ്ണായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു ലൈവിൽ പറയുന്നല്ലോ മറ്റേ റിയാക്ഷൻ ചെയ്യണ പോലെ അല്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണേ ബ്രോ. റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വലിച്ചു കീറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. ശീലിച്ചു പോയതാ. എന്നാ ആ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം, മനസ്സിലായോ? എല്ലാം കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, വേഗം